ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ആദിലയും ഷാനവാസും നൂറയും കൂടെ സംസാരിക്കുകയാണ്. ആദില ആകെ ടെൻഷനിലാണ്. കാരണം ആദിലയുടെ കൈവിട്ട് പോയി എല്ലാ കാര്യങ്ങളും. അതിന് മെയിൻ കാരണം റിയാസാണ്. റിയാസ് വന്നതിന് ശേഷം ആദിലയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പോഴാണ് ആദിലക്ക് അതിനെക്കുറിച്ച് ആദില ചിന്തിക്കാൻ തുടങ്ങിയത്. പുറത്തുള്ള സപ്പോർട്ട് കുറഞ്ഞു എന്നൊക്കെ ആദിലയ്ക്ക് ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, എനിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്, നീയാണ് എന്നെ പിന്തള്ളി പറഞ്ഞത്. കാരണം ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടും നീ എന്നെ പെട്ടെന്ന് നീ എന്നെ അവഗണിച്ച്. കാരണം നെവിൻ്റെ പ്രശ്നം തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അത് നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് മുമ്പ് വേണേൽ അത് പറയാമായിരുന്നു. പക്ഷെ നെവിൻ്റെ ആ ഒരു ഇമേജ് കളയണ്ട എന്നോർത്ത് ഞാൻ അവനെ പല പ്രാവശ്യം വിലക്കിയതാണ്. പക്ഷേ ഈ മല്ലീലയുടെ പ്രശ്നം വന്നപ്പം നീ തന്നെയാണ് എടുത്തിട്ടത്. നീ ഓടി വന്ന് ഞാനും നെവിനും വഴക്കിട്ടപ്പം നെവിനോട് വന്ന് പറഞ്ഞ് നീ വൃത്തികെട്ട ചീട്ട് ഇറക്കല്ലേ എന്ന് പറഞ്ഞ് അത് നെവിൻ എന്താന്ന് നിന്നോട് ചോദിച്ച് അവസാനം നീ അത് എന്നോട് വന്ന് പറഞ്ഞ് നെവിൻ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. നീ അവിടെ തോൽക്കണ്ട എന്നോർത്ത് ഞാൻ പറഞ്ഞു നീ പറഞ്ഞോളാൻ പറഞ്ഞു, ഉള്ള കാര്യമല്ലേ. നീ അത് പറഞ്ഞു കഴിഞ്ഞ് നീ എന്നെ നെവിന് സപ്പോർട്ട് ചെയ്ത് പിന്നെ നീ എനിക്കിട്ട് പാര വെക്കാൻ തുടങ്ങി. കാരണം നിന്നോട് നീ എന്നിട്ട് നെവിനോട് ചെന്ന് മാപ്പും ചോദിച്ച്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന. കാരണം അക്ബറും അഭിലാഷും ഒക്കെ എന്തെങ്കിലും ഇച്ചിരി കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇവർ സംസാരിക്കുന്നത് ഇവർ കൂട്ടായി എന്നുള്ള ഇതിൽ അവർ തമ്മിൽ പരസ്പരം നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അക്ബറും അഭിഷേകും ഒക്കെ. അപ്പം പറഞ്ഞ് അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി. കാരണം അപ്പം നൂറയോട് ഷാനവാസ് പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റിങ്ങനെ അവൻ തെറ്റ് ചെയ്തെങ്കിലും ഞാനതിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞാൽ അവൻ്റെ ഇമേജ് കളഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കാനിരിക്കുകയായിരുന്നു. അപ്പം നൂറ് പറഞ്ഞ് വേണ്ടിക്ക അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കേണ്ട, ഒരാൾ ചെയ്ത തെറ്റല്ലേ പറഞ്ഞു. ഇനിയിപ്പം ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാനിനി എന്തായാലും ലാലേട്ടൻ ചോദിച്ചാൽ ഉള്ള കാര്യം പറയും. കാരണം 3-4 പ്രാവശ്യം തന്നെ എന്നോട് വൃത്തികേട് കാണിച്ചു, എന്നിട്ട് ഞാൻ അവനെ വിലക്കിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഒനിയൻ സാബുവിൻ്റെ അടുത്തൊക്കെയാണ് കിടക്കുന്നത്. ഞാനൊന്നും പറയാറില്ലല്ലോ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആദിലേക്കാണെങ്കിൽ ഭയങ്കര പേടി, നൂറയ്ക്ക് അതിനപ്പുറം. നൂറയ്ക്ക് ഏറ്റവും പേടിയെന്ന് വെച്ചാൽ ആദിലയെ പ്രേക്ഷക സപ്പോർട്ടില്ലാതെ വോട്ടില്ലാതെ ഔട്ടാകും എന്നുള്ളൊരു ഭയം നൂറയ്ക്കുണ്ട്. ആദിലയ്ക്കും അതുപോലെ തന്നെ ഉണ്ട്. ഇതിനെല്ലാം കാരണം റിയാസ് വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ പ്രഷർ കയറ്റിയതാണ്. ഇപ്പോഴാണ് ഇവർക്കിത് മനസ്സിലായത്, നെവിനോട് ചേർന്ന് നിന്ന് കളിക്കണ്ടായിരുന്നു എന്ന്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.